ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗീവ് പട്ടേൽ എഴുതിയ സെർവൻസ് എന്ന പോയമാണ്. നമുക്ക് നേരെ സമ്മറിയിലേക്ക് കടക്കാം. ഗീവ് പട്ടേൽസ് പോയം സെർവൻസ് ഈസ് എ poignant empathetic critique of urban class division and dehumanizing conditions faced by marginalized laborers. It portrays how rural poverty forces poor farmers to migrate to cities, stripping them of their individuality and reducing them to a life of mechanical subjugation. ഗീവ് പട്ടേലിൻ്റെ സേവകർ എന്ന പോയം പറയുന്നത് നഗരങ്ങളിലെ വർഗവിഭജനത്തെയും തൊഴിലാളികൾ നേരിടുന്ന മനുഷ്യത്വരഹിതമായ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു ഹൃദയസ്പർശിയായ വിമർശനമാണിത്. ഗ്രാമത്തിലെ ദരിദ്രരായ കർഷകരെ നഗരത്തിലേക്ക് കുടിയേറി പാർക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇത് അവരുടെ വ്യക്തിത്വം ഇല്ലാതാക്കുകയും യാന്ത്രികമായ അടിമത്തത്തിലേക്ക് താഴ്ന്നത് എങ്ങനെയാണെന്നും ഇതിൽ ചിത്രീകരിക്കുന്നു. Key themes and imagery. Loss of identity. The laborers come from an incomplete plot, a reference to selling their farmland to survive. They live in dingy, overcrowded shacks where they are treated as non-entities rather than human beings. ഇതിൽ പറയുന്നത് തൊഴിലാളികൾ വരുന്നത് അപൂർണമായ സ്ഥലത്ത് നിന്നാണ് എന്നാണ്. കാരണം അവർ ജീവിക്കാൻ വേണ്ടി അവരുടെ കൃഷിയിടങ്ങൾ വിറ്റതായിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ കർഷകർ തിങ്ങി നിറഞ്ഞതും വൃത്തികെട്ടതുമായ സ്ഥലത്താണ് ജീവിക്കുന്നത്. ഇറ്റ് മീൻസ് കുടിലിൽ. അത് അവരെ മനുഷ്യരായി കണക്കാക്കാൻ പ്രേരിപ്പിക്കാതെ അവരെ വെറും നിസ്സാരരായിട്ടാണ് കണക്കാക്കുന്നത്. ഡീഹ്യൂമനൈസേഷൻ. The poet starkly observes them resting after a hard day. They sit like animals in a stall, having blank eyes and hanging mouths. Patel suggests that even animals display more life and personality than these exhausted servants. ഇതിൽ പറയുന്നത് കഠിനമായ ഒരു ദിവസത്തിന് ശേഷം കർഷകർ വിശ്രമിക്കുന്നതാണ്. അത് കവി നിരീക്ഷിക്കുകയാണ്. ശൂന്യമായ കണ്ണുകളും തൂങ്ങിക്കിടക്കുന്ന വായകളുമായി അവർ മൃഗങ്ങളെപ്പോലെ ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. ക്ഷീണിതരായ ഈ സേവകരേക്കാൾ മൃഗങ്ങൾ നല്ല ജീവിതവും വ്യക്തിത്വവും നയിക്കുന്നു എന്നാണ് ഇതിൽ പട്ടേൽ പറയുന്നത്. ബ്ലീക്ക് എക്സിസ്റ്റൻസ്. Their lives are heavily controlled and planned out, completely devoid of personal dreams or desires. They simply huddle together in the brownish dark of their quarters. ഇതിൽ പറയുന്നത് ഈ കർഷകരുടെ ജീവിതം ശരിക്കും ആസൂത്രണം ചെയ്യപ്പെടുകയും കർശനമായി നിയന്ത്രിക്കപ്പെടുകയും ചെയ്തു എന്നാണ്. ഇത് അവരുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഇല്ലാതാക്കുകയാണ്, അല്ലെങ്കിൽ ഒഴിവാക്കാൻ അവർ നിർബന്ധിക്കപ്പെടുകയാണ്. അവരവരുടെ മുറികളിൽ ഒതുങ്ങിക്കൂടുകയാണ് എന്നാണ് പറയുന്നത്. ദ മെസ്സേജ്. ഇതിലെ മെസ്സേജ് നോക്കാം. പട്ടേൽ യൂസസ് ഹിസ് ഒബ്സർവേഷണൽ ഫിസിഷ്യൻ ലൈക്ക് ലെൻസ് ടു ഡ്രോ അറ്റൻഷൻ ടു ദ ഇൻവിസിബിൾ unappreciated labor that sustains urban households. The poem serves as a sharp social commentary on the silent suffering of the impoverished in India, highlighting the inequality ingrained in society. ഇതിൽ പറയുന്നത് നഗരപ്രദേശങ്ങളിലെ കുടുംബങ്ങളിൽ നിലനിർത്തുന്ന അദൃശ്യവും വിലമതിക്കപ്പെടാത്തതുമായ അധ്വാനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പട്ടേൽ ഒരു വൈദ്യനെ പോലെ ലെൻസ് ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നു എന്നാണ്. ഇന്ത്യയിലെ കർഷകരുടെ അല്ലെങ്കിൽ ദരിദ്രരുടെ കഷ്ടപ്പാടുകളെക്കുറിച്ചുള്ള മൂർച്ഛമായ സാമൂഹിക വ്യാഖ്യാനമായിട്ടാണ് ഈ കവിത പ്രവർത്തിക്കുന്നത്. ഇത് സമൂഹത്തിൽ വേരൂന്നിയ അസമത്വത്തെ എടുത്തു കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ പറയുന്നത് ദരിദ്രരായ കർഷകരെ അവർക്ക് ജീവിക്കാൻ വേണ്ടി നഗരങ്ങളിലേക്ക് കുടിയേറി പാർക്കുകയും അവിടെ അവരുടെ ജീവിതം അടിമത്തത്തിലേക്ക് നയിക്കുന്നതിനെയും പറ്റിയാണ്. അവരെ തരം താഴ്ത്തുകയും അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഇല്ലാതാക്കുകയും ചെയ്യുന്നതാണ് ഈ കവിതയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൽ ഈ സമൂഹത്തിൻ്റെ അസമത്വത്തെയും വേർതിരിവിനെയും എടുത്തു കാണിക്കുകയാണ് ചെയ്യുന്നത്.